ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക്കി യാത്ര വ്ലോഗ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് അനന്തു റജിലാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്ന വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഹൗ ടു മേക്ക് എ ഹോം മെയ്ഡ് ബിയർഡ് ഓയിൽ. നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ബിയർഡ് ഓയിൽ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ കുറേ കൂട്ടുകാർ പയ്യന്മാരുണ്ട്. അതായത് അത്യാവശ്യം ഇപ്പോൾ ഒരു ബിയർഡ് ഓയിലിൻ്റെ വില തന്നെ വരുമ്പോൾ ഏതാണ്ട് അറൗണ്ട് ഒരു 500 രൂപയോടൊക്കെ വരും. അപ്പോൾ അത് വാങ്ങാൻ കഴിയാത്തവർ, അതായത് ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ആവശ്യം പോലെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും 500 രൂപ എടുത്തൊരു മാസം ഒരു ബിയർഡ് ഓയിൽ വാങ്ങാം, പോക്കറ്റ് മണിയൊന്നും കാണില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ബിയർഡ് ഓയിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഇത് നിങ്ങൾ എണ്ണ കാച്ചുകയോ ചൂടാക്കുകയോ തണുപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാം മിക്സ് ചെയ്ത് കുപ്പിയിലാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചേക്കാം. ഓക്കെ, സബ്സ്ക്രൈബ് അടിച്ച ശേഷം ആ ബെല്ലില്ലേ, ബെല്ലും കൂടെ ഒന്ന് അടിച്ച് വിടുക. ഓക്കെ, അപ്പോൾ എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെയാണ്, രണ്ട് കൂട്ടർ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അതായത് ബിയർഡ് ഓയിൽ ഉണ്ടാക്കണമെന്നാണ്, അല്ല, ബിയർഡ് ഓയിൽ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തവർ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അത് ആവശ്യമാണ് എന്നുള്ളവർ മാത്രം കണ്ടാൽ മതി. രണ്ടാമത്തെ കൂട്ടർ സമയമില്ലാത്തൊരു സമയമുള്ളപ്പോൾ മാത്രമേ കാണാവുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ സമയമുള്ളത് മാത്രം കണ്ടാൽ മതി. ഓക്കെ, സ്കിപ്പ് അടിക്കാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബിയർഡ് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളാണ്: ഒന്ന് അലക്സേൻ്റെ എക്കോ ഡോട്ട്, രണ്ടൊരു ഫോണ്. ഇതൊന്നുമല്ല. ഓക്കെ, അലക്സ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻറ്റിലൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണുമായിരിക്കുമല്ലോ. നമുക്ക് ഒലിവ് ഓയിൽ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. കണ്ട സൂപ്പർ. കുറച്ചും കൂടി ഒഴിക്കാം. ഓക്കെ, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് വേണ്ട ഓയിൽ എന്താണെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയില്ലേ, കടയിൽ നിന്ന് വാങ്ങാത്ത തന്നെ നമുക്ക് മില്ലിലേക്ക് ഇട്ട് ആട്ടിയ വെളിച്ചെണ്ണ കിട്ടും, അതാണ് ഉപയോഗിക്കുന്നത്. ഈ ബിയർഡ് ഓയിൽ നിങ്ങൾ ചൂടാക്കി ഒന്നും വേണ്ട, നിങ്ങൾ ഇങ്ങനെ തന്നെ തേക്കാം. ഓക്കെ, കണ്ടില്ലേ, വെളിച്ചെണ്ണ ഇത്രയും മതി. വെളിച്ചെണ്ണ നമ്മളങ്ങനെ ചേർത്തു. ഇനി നമുക്ക് അതിലോട്ട് ചേർക്കാൻ വേണ്ട സംഭവം എന്ന് പറയുന്നത് കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ നമുക്ക് കാസ്റ്റർ ഓയിൽ കുറച്ച് ചേർത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഗ്ലിസറിനാണ്. കുറച്ച് ഗ്ലിസറിൻ നമുക്ക് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനൊക്കെ നല്ലതാണ്. കുറച്ച് ചേർക്കുക, അധികമൊന്നും വേണ്ട, മതി. ഗ്ലിസറിൻ ഓക്കെയായി. പിന്നെ നമ്മുടെ മെയിൻ സംഭവം, അതായത് വൈറ്റമിൻ ഇൻ്റെ 2 ടാബ്ലറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. 2 ടാബ്ലറ്റ്, ഇവയും ടാബ്ലറ്റാണ്. ഇത് ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഒരു സെറമാണ്. ഇതൊരു ഹെയർ സെറമാണ്. അപ്പോൾ ഞാനിപ്പം ഇത് നമ്മൾ ചേർക്കുന്ന ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ഇത് കുറച്ച് ഓയിൽ കുറഞ്ഞ് നിൽക്കും, മാത്രമല്ല അത്യാവശ്യം ഒരു മണവും കിട്ടും. പിന്നെ ഇതിനകത്ത് ആൽമണ്ട് ഓയിൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമുക്കിത് കുറച്ച് ചേർക്കാം. മതി, കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടത് പെർഫ്യൂമാണ്. അപ്പോൾ ഞാൻ പെർഫ്യൂം എടുക്കാൻ മറന്നു, ഞാൻ എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പെർഫ്യൂം. ഇത് എന്തോ ഒരു ഫ്ലേവർ എനിക്കറിയില്ല. നമുക്കിത് കുറച്ച് എൻ്റെ ഉള്ളിൽ ചേർത്ത് നോക്കാം. വളരെ കുറച്ച് മാത്രമേ, കെയർഫുൾ മാത്രമേ പെർഫ്യൂം ചേർക്കാവുള്ളൂ.
പെർഫ്യൂം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ ചേർക്കാം, ഈ ലാവെൻഡറോ അല്ലെങ്കിൽ റോസ്മേരിയോ ഒക്കെ. അപ്പോൾ അതൊന്നും എൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് പെർഫ്യൂം 1 2 3 മതി. ഇതിപ്പോൾ തന്നെ ഭയങ്കര മണമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചേർക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ആമ്പർ ബോട്ടിലാണ്. ഇതൊരു തീർന്ന ബീഡ് ഓയിലിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്കാണ് നമ്മൾ ഒഴിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാനുണ്ട്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ എന്തായാലും തറയിലൊക്കെ വീഴും. ഓ ഭാഗ്യം, വീഴുന്നില്ല. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, അത്രയേ ഉള്ളൂ നമ്മുടെ താണ്ടെ ഈ സാധനം. അതായത് ബിയേഡ് ഓയിൽ ഉണ്ടാക്കാനുള്ള പണി. അധികം വലിയ പണിയൊന്നുമില്ല. ഇത് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, പകുതിയുള്ളേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി വേറെ നമ്മുടെ ബീഡ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഹാർഡൻസ് ബീഡ് ഓയിൽ. അപ്പം ഇതിപ്പം നമ്മളെ സബ്സ്ക്രൈബർ എല്ലാം ഒന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവർക്ക് വേണ്ടി ചെയ്യുന്നത് വെച്ചാൽ ഒരു ഹോം മെയ്ഡ് ബീഡ് ഓയിൽ, ഒരു സിമ്പിൾ. ഓക്കെ, അധികം ചിലവൊന്നുമില്ല. അപ്പോൾ ഇതിൽ അധികം ക്യാഷ് ആവുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറം ചേർത്തില്ലേ, ഹെയർ സെറം നമുക്ക് തലയിൽ തേക്കുന്നതാണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ആരും കാണാതെ നമുക്ക് മുഖത്തൊക്കെ തേക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തല്ലേ തേക്കുന്നത്. അപ്പോൾ ഹെയർ സെറം നിങ്ങൾ ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ആൽമണ്ട് ഓയിലൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. എല്ലാം വാരി ചേർത്ത് ഒരു കുഴപ്പമില്ല. എല്ലാം നാച്ചുറലായിട്ടുള്ള ഓയിലല്ലേ, ഇത് കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എൻ്റെ ഇപ്പോൾ ഉള്ള ഓയിൽ വെച്ചിട്ട് ഞാൻ ഇതിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ എപ്പോൾ ഇത് അപ്ലൈ എടുത്താലും നന്നായിട്ട് ഷേക്ക് ചെയ്യണം. കാര്യം എന്ന് പറയുന്നതിനകത്ത് ഈ ഗ്ലിസറിനൊക്കെ ഡൈലൂട്ട് ആകാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. എന്നിട്ട് കുറച്ചെടുത്താൽ മതി കേട്ടോ. അതെ, ഒരു 5-6 തുള്ളി. ഇത് തന്നെ കൂടുതലാണ്. എടുത്തതിന് ശേഷം 1 2 3 4 5 ഓക്കെ, 5 തുള്ളി എടുത്തതിന് ശേഷം കുപ്പി അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് 2 കയ്യിലും ഒരു കാര്യം പറയാൻ പോകട്ടെ, നമ്മളെ പെർഫ്യൂം നല്ല പൊളി സാധനമാണ് കേട്ടോ. അത് നല്ലൊരു പൊളി പെർഫ്യൂമാണ്. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും അത് യൂസ് ചെയ്യുന്നതല്ല, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ബോഡി സ്പ്രേ അടിക്കല്ലോ കേട്ടോ. ടൈപ്പ് എന്തെങ്കിലും അത്ര കൊണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇല്ലാത്തൊരു വീട്ടിൽ എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അയ്യോ, ചെവി തോന്നാൻ വരുമെന്തോ. അപ്പോൾ നിങ്ങൾക്ക് എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മണത്തിന് വേണ്ടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർക്കാത്തതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് തേക്കാം. കൈ നന്നായിട്ട് ചെയ്തതിന് ശേഷം പയ്യെ തടവാകും. പിന്നെ കാര്യമുണ്ട്, നമ്മുടെ ഈ കാസ്റ്റർ ഓയിൽ ഹെയർ ഗ്രോത്തിനും ബീഡ് ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. എന്ന് കരുതി അത് ആടിച്ച് വാരി പൊത്തരുത്. ഓക്കെ, വല്ല മുഖക്കുരുവൊക്കെ വരും. കാസ്റ്റർ ഓയിൽ കുറച്ച് ചേർത്താൽ മതി. ഭയങ്കര തിക്നെസ്സുള്ള നല്ല തിക്കായിട്ടുള്ള ഓയിലാണ്. അപ്പോൾ അത് കുറച്ച് മാത്രം ചേർത്താൽ മതി. ഉണ്ടോ? കണ്ടില്ലേ, ഇത് തേച്ചേക്കൊന്നും പോലും നമുക്ക് അറിയത്തില്ല. കണ്ട, അധികം ഓയിലി അല്ല. കാര്യം പറഞ്ഞാൽ നമ്മുടെ ആ സെറം ചേർത്തതാണ്. പിന്നെ ഒലിവ് ഓയിലിന് അത്ര ഓയിലിയൊന്നുമല്ല, കുറച്ച് എല്ലാം കുറച്ച് ഓയിൽ മാത്രം ചേർക്കുക. അതും തേക്കുമ്പോൾ കുറച്ച് മാത്രം തേക്കുക, അത്രയേ ഉള്ളൂ. ഈ ഒരുപാട് പേര് തേച്ചാൽ പെട്ടെന്ന് തടി മീശയും വരുമെന്ന് പറയുന്നതൊക്കെ മണ്ടന്മാരാണ്. അപ്പോൾ നിങ്ങളാരും മണ്ടന്മാരല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പണ്ടൊരു മണ്ടനായിരുന്നു. ഓക്കെ, ഇതെല്ലാം വാരി തേക്കൊക്കെ വരുന്നു, ഒരു കാര്യമില്ല. എല്ലാം കറക്റ്റ് അളവിനും അതിൻ്റേതായ സമയമുണ്ട്. ക്ഷമ ഇതിൽ ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റെ പേരാണ് ക്ഷമ. അതുള്ളവർക്ക് മാത്രമേ ഈ താടി മീശയൊക്കെ വരും. ഓക്കെ, പിന്നെ കൂടുതലൊന്നും വരച്ച് നീട്ടിൽ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ, ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചേക്കുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. പിന്നെ നമ്മുടെ ചെടിയുടെ വീഡിയോ, അത് ഞാൻ പറയാൻ പറഞ്ഞത്, നമ്മുടെ ചെടിയുടെ വീഡിയോ അല്ലേ,
അതിപ്പം നല്ല വ്യൂ കിട്ടും നമുക്ക് ഗൈസ്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, സബ്സ്ക്രൈബ് ചെയ്തല്ല, അത് ആ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ കുറേ പേര് ചോദിച്ചായിരുന്നു. ചെടിക്ക് ചേർക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, ഈ റൂമിൽ ഈ ചെടികളൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചേർക്കാറുണ്ടോ, ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ വളം അടിക്കാറുണ്ടോ, എന്തൊക്കെയാണ് മരുന്ന് അടിക്കുന്നതൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ വേറൊരു ഡീറ്റെയിൽ വീഡിയോ ഇട്ട് പറയാം. നമ്മുടെ വീട്ടിലെ മുറ്റത്തെല്ലാം ഒരു പുതിയ ഡെക്കറേഷൻ്റെ വർക്കിലേക്ക് ഇരിക്കുകയാണ്. ഒരു ചായ് പോയിൻ്റൊക്കെ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞ ശേഷം ഞാൻ വീഡിയോ എടുത്തിടാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും ഇറ്റ്സ് മീ, അല്ല അതൊന്നും വേണ്ട, ബൈ ബൈ. ഒരു കാര്യം പറയാൻ മറന്നുപോയി ഗായ്സ്, ഈ ബീഡർ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ഇത് ഏത് സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്തെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ഇപ്പോൾ എല്ലാം ഓഫ് ചെയ്ത് വെച്ച്, ഞാൻ പിന്നെ ജസ്റ്റ് ഫോൺ കൈ പിടിച്ച് പറയാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കണ്ടില്ലേ അങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ വൈകുന്നേരം കുളിക്കുന്നതിനും 1 മണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്താൽ മതി. ഇന്ന് കുളിക്കാൻ വാഷ് ചെയ്ത് കളയാം. രാവിലെ നിങ്ങൾക്കത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം ഒരു 2-3 മണിക്കൂർ ജസ്റ്റ് തേച്ച് വെച്ചിട്ട് നിങ്ങൾക്കത് വാഷ് ചെയ്ത് കളയാം. നിങ്ങൾ ഫുൾ ടൈം കീപ്പ് ചെയ്യണമെന്ന് ഒരു ആവശ്യവുമില്ല. ഇപ്പോൾ മിനോക്സൈഡ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മിനോക്സൈഡ് ഉപയോഗിച്ച് 2 മണിക്കൂർ ശേഷമാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാഷ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മിനോക്സിഡിൽ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കത് ഉപയോഗിക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഉപയോഗിക്കുന്നത്. പിന്നെ ഉപയോഗിച്ചതിന് ശേഷം വാഷ് ചെയ്യണം. വാഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത് ഹോം മെയ്ഡൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഓയിലി ആയിരിക്കും. അതുമല്ല അത് പെട്ടെന്ന് പെനട്രേറ്റ് ആയി പോകാൻ പാടായിരിക്കും. ഉണങ്ങി പിടിക്കാൻ പാടായിരിക്കും. എപ്പോഴും ഓയിൽ മയം കാണും. നിങ്ങൾ ആവശ്യത്തിന്, അത് 4-5 തുള്ളി മാത്രം തേക്കുന്നതെങ്കിൽ വലിയ കുഴപ്പം കാണില്ല. ഒരുപാട് എടുക്കുന്നവരാണെങ്കിൽ കുറച്ച് ഓയിലി ആയിരിക്കും. അപ്പോൾ നിങ്ങളത് വാഷ് ചെയ്ത് കളയുക. ഇപ്പോൾ ചോദിക്കും ഫേസ് വാഷ് ഉപയോഗിക്കണോ സോപ്പ് ഉപയോഗിക്കണമെന്ന്. ഫേസ് വാഷോ സോപ്പോ നിങ്ങൾക്ക് എന്താണ് ഉപയോഗിക്കാനുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് വാഷ് ചെയ്ത് കളയുക. ഫേസ് വാഷ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ നമ്മുടെ സ്കിന്നിന്. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ.